എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ ക്വിക്കായിട്ട് ഒരു ചെറിയ വീഡിയോ അഡീഷണലായിട്ട്, സാധാരണ ഞാൻ 2 വീഡിയോ ആണ് ഇടാറ്, ഇന്ന് മൂന്നാമതൊരെണ്ണം ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം ചിലരെങ്കിലും കരിയർ റിലേറ്റഡ് ഗൈഡൻസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം കരിയറൊക്കെ അവരവരുടെ പേഴ്സണൽ റീഡിങ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു ജനറൽ ഗൈഡൻസ് ആയതുകൊണ്ട് ഇത് ബേസ് ചെയ്ത് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ 3 സെറ്റ് കാർഡ്സ് വെക്കാം, അല്ല നിങ്ങളൊന്ന് ചൂസ് ചെയ്യൂ. അത് വെച്ചിട്ട് നമുക്ക് ജനറലായിട്ടൊരു ഗൈഡൻസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഫൈനൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ എവിടെന്നെങ്കിലും ഒരു പേഴ്സണൽ ഗൈഡൻസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഈ വാക്ക് കേട്ടിട്ട് നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുത്. അപ്പോൾ 3 പൈൽസ് ഞാൻ വെക്കുന്നതാണ്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ചൂസ് ചെയ്യൂ. ഓക്കെ, ഇവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. റെഡ് റോസ് എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിൽ ഉള്ളത് അത് റെഡ് റോസിൻ്റെ കാർഡ്. ഓക്കെ, അത് പൈൽ നമ്പർ 1. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് പൈൽ നമ്പർ 2. മിഡിലിൽ വെച്ചിരിക്കുന്ന, നടുവിലായിട്ട് വെച്ചിരിക്കുന്ന പൈൽ നമ്പർ 3. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളാം. 2 സെക്കൻഡ് സമയം തരാം. അപ്പോൾ ഫയൽ നമ്പർ 2ഉം 3 ഞാൻ ഇത്തിരി നീക്കി വെച്ചു. ഫയൽ നമ്പർ 1 എൻ്റെ ആൾക്കാർക്ക് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലും ചേഞ്ച് പ്രതീക്ഷിക്കാമോ, അല്ലെങ്കിൽ പുതിയ ജോബ് അന്വേഷിക്കുന്നവരാണ് എന്തായിരിക്കും. ഓക്കെ, കാർഡ്സ് വന്നിട്ട് 10 ഓഫ് സ്വാർഡ്സ്, ഹെറോഫൻറ്റ്, 2 ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് വാൻഡ്സ്. നിങ്ങൾ ജോലി അന്വേഷിച്ച് കുറച്ച് എക്സോസ്റ്റഡ് ആണിപ്പോൾ. ജോലി അന്വേഷിച്ച് തളർന്ന് ഇരിക്കുന്ന സിറ്റുവേഷനാണ്. ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതൊരു സ്പെസിഫിക് ജോലി നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് റിജക്ഷൻസ് വന്ന് കാണും. അപ്പോൾ വളരെ ടെൻസ്ഡായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പുതിയത് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഉള്ള റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഹെൽപ്പ് കിട്ടും. ആരോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡൻസിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോവാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള തലമുതിർന്ന ഒരാൾ. ഇവർ എബ്രോഡായിരിക്കും, പുറത്തായിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഓവർസീസിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ ഇവർ വഴി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്ത് അറിയിക്കും ഇങ്ങനൊരു വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്യൂ എന്ന് പറയാം. അവർ സഹായിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട്. ഈ പേഴ്സൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. 2 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് കപ്സ് വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് തന്നെ നമുക്ക് എടുക്കാം. അതായത് നിങ്ങളൊരു ഓവർസീസ് ജോബാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോബിൽ നിങ്ങൾ എത്രയും വേഗം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മാക്സിമം 10 മന്ത്സ്, മാക്സിമം 10 മന്ത്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ജോബിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് പൈലിൻ്റെ ആൾക്കാർക്ക് ദി എംപ്രസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, 10 ഓഫ് വാൻഡ്സ് ആൻഡ് 2 ഓഫ് വാൻഡ്സ്. എക്സ്ഹോഷൻ എല്ലാം ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. വെയിറ്റ് ചെയ്ത് എക്സോസ്റ്റഡ് ആണ്. കാരണം നിങ്ങളും എബ്രോഡ് ആണ് കൂടുതലായിട്ട് ശ്രമിക്കുന്നതെന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു എബ്രോഡ് ജോലിയൊക്കെയാണ് ശ്രമിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു എക്സോസ്റ്റഡ് പീരീഡിൽ വയ്യാത്തൊരവസ്ഥയിലായി. ഇനി വെയിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ വളരെ അബണ്ടൻ്റായിട്ട് ഒരുപാട് പൈസ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ജോലിയിൽ കയറുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. നിങ്ങൾ കൂടുതൽ വെയിറ്റിംഗ് പീരീഡിലാണ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കൂടുതലും എബ്രോഡിലായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാവുക. വെയിറ്റിംഗ് പീരീഡിലിരിക്കുകയാണ്, അവിടെ നിന്ന് മെസ്സേജസ് ഒന്നും വരുന്നില്ല, എക്സോസ്റ്റഡ് ആയി ഇനി വരില്ല എന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നടക്കുന്നതായിട്ടും നിങ്ങൾ ജോലിയിൽ കയറുന്നതായിട്ടും കാണുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. പായൽ നമ്പർ 3കാർക്ക് ഓക്കെ 3 of cups, 4 of cups, okay, temperance, 5 of wands and 10 of swords. ഇവിടെ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ തടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യാൻ ഒരു പേടിയുള്ളതുപോലെ കാണുന്നു. ഓക്കെ, അതായത് ഫിയർ ഓഫ് റിജക്ഷൻ. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ എനിക്ക് കിട്ടില്ലേ, ഞാൻ തോറ്റു പോകുമോ എന്നുള്ള കൺഫ്യൂഷൻ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആലോചിച്ചിട്ട് ചുറ്റുമുള്ളവർ കളിയാക്കുന്നുണ്ടാവും, നിങ്ങൾ ഇങ്ങനെ എന്തിനാ പേടിച്ചിരിക്കുന്നത് എന്നുള്ള മട്ടിൽ. നിങ്ങളുടെ വിഷമം ആർക്കും മനസ്സിലാവുന്നില്ല, അതിൻ്റെ വേദന നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് ഇത് എടുത്താൽ മതി. നിങ്ങൾ സ്വയം ഒരു ബാലൻസിൽ എത്തേണ്ടിയിരിക്കുന്നു കേട്ടോ. അതൊരു കർമ്മബലം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത്, അതായത് കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള തരം മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൂട്ടാനുള്ള തരം സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ഹീലിംഗ് മെഡിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഞാനതിപ്പോൾ പറയാൻ നിന്നാൽ അത് ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വയം ഹീൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ ഒരു ഗുരുവിനെ കണ്ടെത്തുക, പ്രോപ്പറായിട്ട് ഒരു യോഗ മെഡിറ്റേഷൻ അതിനൊക്കെ ഒന്ന് പോയി ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, എടുത്തതിന് ശേഷം നിങ്ങളൊരു ബാലൻസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ തരണം ചെയ്ത് നല്ലൊരു ജോലിയിൽ കയറാൻ സാധിക്കും. സെൽഫ് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക, കഴിയുന്നതും ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. യോഗ മെഡിറ്റേഷൻ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക, എസ്പെഷ്യലി മെഡിറ്റേഷനിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ പോകുന്ന അവിടെ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എനിക്കിങ്ങനെ സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്, അത് ബൂസ്റ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള മെഡിറ്റേഷൻസ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇത് ചെറിയ രീതിയിൽ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കരിയർ ഗൈഡൻസ് ചെയ്തതാണ്. പേഴ്സണൽ റീഡിങ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് പ്രോപ്പറായിട്ടുള്ളത് അറിയാൻ പറ്റും. കേസ് ബൈ കേസാണ് കരിയറിൻ്റെ കാര്യമൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പോസിറ്റിവിറ്റി ബിൽഡ് ചെയ്ത് വെയിറ്റ് ചെയ്യുക, എല്ലാം നല്ലതായി തന്നെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പെട്ടെന്നുള്ളൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ്.